ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ആർ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് പ്ലേസസ് ദാറ്റ് ഹാവ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. From the following, identify the statement related to latitudes. The major line located at an regular distance of 20½ degree north of the earth center. Then second എന്താ കൊടുത്തുള്ളത്? Yes, the 180-degree international date line. Then third, the line passing through Greenwich in England. Fourth, the line located at angular distance of 60½ degree south of the earth center. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് ആർ ലൈൻസ് ഡ്രോൺ ബൈ ജോയിനിങ് പ്ലേസസ് ദാറ്റ് ഹാവ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് എന്താണ്, ഒരേ കോണീയ അകലമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? യെസ്, അക്ഷാംശങ്ങൾ എന്ന് അഥവാ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് 23½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഭൂമിയുടെ കേന്ദ്രത്തിന് 23½ ഡിഗ്രി വടക്ക് കോണീയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന രേഖ. നെക്സ്റ്റ് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ദ 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആൻഡ് അന്താരാഷ്ട്ര തീയതി രേഖയിൽ 180 ഡിഗ്രി അന്താരാഷ്ട്ര തീയതി രേഖ. തേർഡ് എന്താണ്? ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീൻവിച്ച് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന രേഖ. ദെൻ 4, ദ ലൈൻ ലൊക്കേറ്റ് അറ്റ് ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് 66½ ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് 66½ ഡിഗ്രി തെക്ക് കോണീയ അകലത്തിലേക്ക് 66½ ഡിഗ്രി തെക്ക് കോണീയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന രേഖ. ഓക്കെ, അപ്പോൾ ഇനി ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 1, 4. അപ്പോൾ ഇതിൽ രേഖാംശവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? അതെ, 1ഉം 4ഉമാണല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് 20½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. ദെൻ നാലാമത് നോക്കൂ, ദ 180 ഡിഗ്രി ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് 66½ ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. അത് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ ഡി 1, 4 അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി 1, 4. ദെൻ ഐഡൻറ്റിഫൈ ദ മേജർ ലൈൻസ് ദാറ്റ് ആർ ഇക്വാലൻസ് ടു ലാറ്റിറ്റ്യൂഡ്. അതായത് ഭൂമി അക്ഷാംശങ്ങൾക്ക് തുല്യമായിട്ടുള്ള മറ്റ് പ്രധാന രേഖകൾ തിരിച്ചറിയാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഭൂമിയുടെ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് കണക്റ്റിംഗ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു ദ എർത്ത് സെൻറ്റർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ഈ രേഖാംശം എന്ന് പറയുന്നത്? ഭൂമിയുടെ കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് വടക്ക് ധ്രുവത്തെയും തെക്ക് ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ കൽപ്പിതമായിട്ട് വരയ്ക്കുന്ന അല്ലെ ഇമാജിനറി ആയിട്ട് വരയ്ക്കുന്ന സെൻറ്റർ കോൾ ലോഞ്ചിറ്റ്യൂഡിൽ കൽപ്പിതമായിട്ട് വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രേഖാംശങ്ങളെന്ന് വിളിക്കുന്നതല്ലേ. അപ്പോൾ ഇനി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൈം മെരിഡിയനും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? പ്രൈം മെരിഡിയനും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും അല്ലേ. പ്രൈം മെരിഡിയൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. Then second question, the Thinai in ancient Tamilagam were rich in diverse geographical features. എന്താണ് ആൻഷ്യൻ തമിഴകത്തിലെ തിണൈസ് എന്തുകൊണ്ട് റിച്ച് ആയിരുന്നു? യെസ്, ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വൈവിധ്യമാർന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊണ്ട് എന്തായിരുന്നു? റിച്ച് ആയിരുന്നു നമ്മുടെ ആൻഷ്യൻ തമിഴകത്തിലെ തിണകൾ എന്ന് പറയുന്നത്. അറേഞ്ച് ദ ഗിവൺ ലിസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ അവിടെ ഒരു തിണയും തന്നിട്ടുണ്ട്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അനുയോജ്യ രീതിയിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? യെസ്, കുറിഞ്ഞി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻസ് ആണ് അല്ലേ. നെയ്തൽ നമുക്കറിയാം കോസ്റ്റൽ റീജിയനാണ്. മുല്ലൈ
ഗ്രാസ് ലാൻഡ്സ് ആണ് അല്ലേ, മുല്ലൈ ഗ്രാസ് ലാൻഡ്സ് ആണ്. ഇനി ഓപ്ഷൻസ് നോക്കൂ. A2 വരുന്നത് അത് ഒന്ന് തന്നെ ഉള്ളൂ അല്ലേ. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ. A2, ദെൻ B3, C1. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ ദ എബോ മെൻഷൻ തിണേഴ്സ്. അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? യെസ്, തൊഴിലുകളെ കുറിച്ച് എഴുതാനാണല്ലേ. കുറിഞ്ഞി എന്താണ്? ഇവിടെ തൊഴിൽ എന്താണ്? കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഹണ്ടിങ് ആണല്ലേ. ദെൻ മുല്ലൈ എന്താണ്? നെക്സ്റ്റ് മുല്ലൈ കാറ്റിൽ റയറിങ് ആണ്. ദെൻ നെയ്തലിന് എന്താണ്? ഫിഷിംഗ്, സാൾട്ട് എക്സ്ട്രാക്ഷൻ ആണല്ലേ. ഓക്കെ, മൂന്നാമത്തെ ലോർ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഗാലിത്തിക് കൾച്ചർ വാസ് മെയിൻലി എ ഹോൾമാർക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ മെയിൻ ഹോൾമാർക്ക് ആയിരുന്നു എന്തായിരുന്നു? യെസ്, മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്, അതായത് മെഗാലിത്തിക് സംസ്കാരം പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയുടെ ഒരു പ്രതീകമായിരുന്നു. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ റീജിയൻ റിലേറ്റഡ് ടു ദ മെഗാലിത്തിക് കൾച്ചർ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ മെഗാലിത്തിക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം തിരിച്ചറിയുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? കാശ്മീർ ഉണ്ട്, ഒഡീഷയുണ്ട്, നാഗാർജുനകൊണ്ട, കൊൽക്കത്ത. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റീജിയനാണ് മെഗാലിത്തിക് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെഗാലിത്തിക് പീരീഡ്. മഹാശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് റീജിയനാണ് മെഗാലിത്തിക് കൾച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? യെസ്, നാഗാർജുനകൊണ്ടയാണല്ലേ. ആൻസർ എന്താണ്? നാഗാർജുനകൊണ്ട. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെഗാലിത്തിക് പീരീഡ്. മഹാശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഫീച്ചേഴ്സ് ആണല്ലേ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യെസ്, ഡൈവേഴ്സ്. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. ഡൈവേഴ്സ് അയേൺ ടൂൾസ് വെർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഇരുമ്പ് ഉപകരണങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലേ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. പോയട്രി വാസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്. അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ദെൻ വേരിയസ് മെത്തേഡ്സ് വെർ അഡോപ്റ്റഡ് ഫോർ ബറിയൽ. ബറിയലിന് എന്താണ്? ബറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം അല്ലേ. അപ്പോൾ സംസ്കാരത്തിനായിട്ട് വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ചിരുന്നു. ദിസ് റിവീൽസ് ദ സയൻറ്റിഫിക് നാച്ചർ ഓഫ് ദ ബറിയൽ പ്രാക്ടീസസ്. ഇത് സംസ്കാര രീതികളിൽ ഒരു ശാസ്ത്രീയ സ്വഭാവമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ? മഹാശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, നാലാമത്തെ ചോദ്യം. വാട്ടർ ഈസ് ദ ബേസിസ് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് എർത്ത്. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. യഥാർത്ഥ വാട്ടർ സൈക്കിളിൻ്റെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, ഓഷ്യൻ വാട്ടർ, ലേക്സ്, റിവേഴ്സ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, ദെൻ ഓഷ്യൻ വാട്ടർ, ലേക്സ്, റിവേഴ്സ്. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ഓഫ് ദ വാട്ടർ സൈക്കിൾ ഷോൺ. ഫ്രോസ്റ്റ്, ക്ലൗഡ്, കണ്ടൻസേഷൻ, സ്നോഫാൾ. ഏതാണ്? കണ്ടൻസേഷൻ ആണല്ലേ. ഏതാണ് ആൻസർ വരിക? കണ്ടൻസേഷൻ. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഇവാപ്പറേഷൻ എന്താണെന്നും പ്രസിപ്പിറ്റേഷൻ എന്താണെന്നും കണ്ടൻസേഷൻ എന്താണെന്നും നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവാപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇവാപ്പറേഷൻ അല്ലെ, ഫസ്റ്റ് വൺ നമുക്ക് ഇവാപ്പറേഷൻ എഴുതാം. എന്താണ് ഇവാപ്പറേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് ഫ്രം ദ വിത്ത് ഹെൽപ്പ് ഓഫ് ഹീറ്റ് കാരണം അല്ലേ, ചൂട് കാരണം എന്താണ്? ജലം ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടൻസേഷൻ എന്താണെന്ന് എഴുതാം. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം ഫ്രം വാട്ടർ. എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. അതായത് വെള്ളം എന്ത് ചെയ്യുന്നു? വെള്ളം എന്താ ചെയ്യുന്നത്? അതായത് ഇവിടെ ജലബാഷ്പം തണുത്ത് ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മാറുന്ന പ്രക്രിയയാണല്ലേ. ദെൻ നോക്കൂ, പ്രസിപ്പിറ്റേഷൻ എന്താണ്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് fall on the earth's clouds cannot hold it further due to increased weight and size are result of continuous condensation.
ഓക്കെ. പ്രസിപ്പിറ്റേഷൻ എന്താണ്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മേഘങ്ങളിൽ നിന്നുള്ള വെള്ളം, മഴ, മഞ്ഞ്, ആലിപ്പഴം എന്നിവയൊക്കെ ഭൂമിയിലേക്ക് വരുന്ന പ്രക്രിയയാണ്, വീഴുന്ന പ്രക്രിയയാണ് എന്ത്? കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കണ്ടൻസേഷൻ എന്താണ്? കണ്ടൻസേഷൻ നമ്മൾ പറഞ്ഞു, ജലബാഷ്പം തണുത്ത് ചെറിയ വെള്ളത്തുള്ളികളായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? കണ്ടൻസേഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവാപറേഷൻ ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗ്യാസസ് ഫ്രോം ദ ഹെൽത്ത് ഓഫ് ഇറ്റ്. ദെൻ കണ്ടൻസേഷൻ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. ദെൻ precipitation ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് fall on the earth as the clouds cannot hold it further due its increased weight and size as a result of continuous condensation. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡറിൽ അറ്റ്ലാന്റിക് ഓഴ്സൺ, വിഴിഞ്ഞം പോർട്ട്, പസഫിക് ഓഴ്സൺ, ദെൻ ചലഞ്ചർ ഡീപ്പ്, എസ് ഷേപ്പ്ഡ്, ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നോക്കൂ, അറ്റ്ലാന്റിക് ഓഷ്യന് യോജിക്കുന്നത് ഏതാണ്? യെസ്, അറ്റ്ലാന്റിക് ഓഷ്യൻ എസ് ഷേപ്പ്ഡ് അല്ലേ. ദെൻ വിഴിഞ്ഞം പോർട്ട് ഇന്ത്യൻ ഓഷ്യൻ, ദെൻ പസഫിക് ഓഷ്യൻ ചാലഞ്ചർ ഡീപ്പ് അല്ലേ. അപ്പം ആൻസർ 1B 2C 3A എന്നുള്ളതാണ്. 1B 2C 3A 2C 3A ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ വേസ് വിച്ച് ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് ഓഷ്യൻസ് ഹ്യൂമൻ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം, റെഗുലേറ്റ് ദ ക്ലൈമറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക, റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ്, പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ ലിവ്ലിഹുഡ്. ദെൻ ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഹെൽപ്സ് മെയിൻറ്റെയിൻ ട്രേഡ് റിലേഷൻ. then used for tourism, plays role in producing oxygen and controlling global warming, then act as a biodiversity zone accommodating many living organisms, as in activities like generating electricity from waves and purifying salt water for drinking. അപ്പോൾ എന്തൊക്കെയുണ്ട്? സമുദ്രങ്ങൾ കാലാവസ്ഥയെ മഴയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ മത്സ്യം പോലുള്ള ഭക്ഷ്യ സ്രോതസ്സുകൾ നൽകുന്നുണ്ട്, ഗതാഗതത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, അതുപോലെ ഉപ്പ്, ധാതുക്കൾ തുടങ്ങിയ വിഭവങ്ങൾ നൽകുന്നു, ടൂറിസത്തിനും വിനോദത്തിനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനുഷ്യ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതുപോലെ ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഓൺലൈൻ സിസ്റ്റം ഹാവ് മെയ്ഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസിയർ, ഫ്രോഡ്സ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. അതായത് ഓൺലൈൻ സംവിധാനങ്ങൾ എന്താണ്, സാമ്പത്തിക ഇടപാടുകൾ എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ട്? ഫ്രോഡ്സ് ഉണ്ട് അല്ലേ. അതായത് ഈ മേഖലയിൽ എന്തുണ്ട്? തട്ടിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഓൺലൈൻ സാമ്പത്തിക ഇടപാട് അല്ലാത്തത് ഏതാണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡെബിറ്റ് കാർഡ്, ചെക്ക്, UPI, ക്രെഡിറ്റ് കാർഡ്. ഏതാണ്? ചെക്കാണല്ലേ. ആൻസർ ഓപ്ഷൻ 2 ചെക്ക്. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഓൺലൈൻ ഫ്രോഡ്. ഈ ഓൺലൈൻ ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മെത്തേഡ്സ് ആണെന്നല്ലേ, തട്ടിപ്പ് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. ATM പിന്നോ അതുപോലെ തന്നെ OTP ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുതല്ലേ. ദെൻ ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്. അതുപോലെ തന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള ഓൺലൈൻ ലിങ്കുകൾ എന്ത് ചെയ്യരുത്, തുറക്കരുത്. ദെൻ ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജ് ആസ്കിങ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഈ അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കുന്ന ഫോൺ അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. ദെൻ ഡു നോട്ട് കീപ് ATM പിൻ ഓർ ഫോൺ. ദെൻ യൂസ് സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക അല്ലേ. ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ ഈ ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, then sixth question, Japan is country that grew with strong willpower even after suffering nuclear attacks following the Second World War. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തോടൊപ്പം എന്താണ്, ആണവ ആക്രമണങ്ങൾ നേരിട്ടതിന് ശേഷവും ശക്തമായ ഇച്ഛാശക്തിയോടെ വളർന്ന രാജ്യമാണ് ഏത്, ജപ്പാൻ അല്ലേ. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ എ ജപ്പാനീസ് ബ്രാൻഡ്. അപ്പോൾ ജപ്പാനീസ് ബ്രാൻഡ് തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാരുതി, ടൊയോട്ട, ഫിയാറ്റ്, റെനോൾട്ട്. ഏതാണ്? ടൊയോട്ടയാണല്ലേ ആൻസർ, ടൊയോട്ട. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 factors that contributed to the modernization of Japan's economy. ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആധുനികവൽക്കരണത്തിന് കാരണമായിട്ടുള്ള, ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണത്തിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും 2 ഘടകങ്ങൾ നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ജപ്പാനീസ് സ്റ്റുഡൻസ് were sent abroad ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിനായിട്ട് ജപ്പാനീസ് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ഫോറിൻ ടെക്നീഷ്യൻസ് were appointed to train the workers. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ഫോറിൻ ടെക്നീഷ്യൻസ് were appointed to train the workers. തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയമിച്ചു. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ജപ്പാനീസ് സ്റ്റുഡൻസ് were sent abroad ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. ദെൻ ഫോറിൻ ടെക്നീഷ്യൻ were appointed to train the workers. അതുപോലെ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയമിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.